നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, ഗണേശ്വര ഭഗവാനെ, നമ്മൾ നേരത്തെ കഥ നിർത്തുമ്പോൾ സോമകാന്ത രാജാവിന് എല്ലാ സമൃദ്ധി ഉണ്ടായിട്ടും ജീവിതത്തിലൊരു ഘട്ടമെത്തി കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗം ബാധിച്ചതായിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സുപ്രഭാതത്തിൽ മാറിമറിയുന്നത് പോലെ ഒരു ദുരന്തം അദ്ദേഹത്തിനെ ബാധിച്ചു എന്ന് നമ്മൾ കണ്ടു. രാജാവിൻ്റെ രോഗത്തിന് അദ്ദേഹത്തിന് അക്കാലത്ത് കിട്ടാവുന്ന എല്ലാത്തരം നല്ല ചികിത്സകളും ചെയ്തെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും രോഗം വർദ്ധിച്ചു വന്നു. തന്നെ ഈ വിധത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ ഭീകരമായിട്ടുള്ള കുഷ്ഠരോഗം എന്തു തന്നെ ചികിത്സകൾ ചെയ്താലും മാറില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ വരും. ചില രോഗികൾക്ക് അങ്ങനെയുണ്ട്, അവർക്ക് തോന്നും ഉള്ളിൽ ഇതിപ്പോൾ എത്ര ചികിത്സിച്ചാലും ഇത് മാറില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു തോന്നൽ വരികയുണ്ടായി. അങ്ങനെ ഉറപ്പായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിനെ ഒരു ശരിയായ വൈരാഗ്യബുദ്ധിയാണെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, ജീവിതത്തിൽ ഈ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്ന് ശരിയായ വണ്ണം അത് നമ്മുടെ ഒരു കർമ്മഫലം അനുഭവിച്ച് അത്രയും തീർക്കുകയാണ് എന്നുള്ളൊരു ചിന്ത ഇല്ലാണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. കാരണം ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ എല്ലാവരും അറയ്ക്കുന്ന തരത്തിൽ വ്രണങ്ങളൊക്കെ വന്ന് അത് പൊട്ടി ഒലിച്ച് അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നുപോയി. നമ്മൾ ജീവിതത്തിൽ സാധാരണ പറയാറുള്ളൊരു വാക്കാണ് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് പറയും. വാസ്തവത്തിൽ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നേ ഇല്ല. നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആധ്യാത്മികതയിൽ ഭഗവാൻ പരീക്ഷിക്കാറുണ്ട്. നമ്മൾ അദ്ദേഹത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ നടത്തി നമ്മളെ നല്ല തീയിൽ പഴുപ്പിച്ചെടുക്കുന്നത് പോലെ ശുദ്ധീകരിച്ചെടുക്കും. അത് പക്ഷേ ആധ്യാത്മിക വിഷയങ്ങളിലാണ്, സാധനയിലാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കൊക്കെ അടിസ്ഥാനം നമ്മുടെ പൂർവ്വകർമ്മമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ സോമകാന്തനും വിചാരിക്കും എൻ്റെ പൂർവ്വകർമ്മമാണ്. എന്നാലും നമ്മളും ഇതൊക്കെ പറയുകയാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ബോധം നമുക്കില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഭൃഗുമഹർഷി ഇത് നിൻ്റെ പൂർവ്വകർമ്മമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നും പറയും. നമ്മുടെ സ്വഭാവം അത്. തത്വം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ വളരെ കഷ്ടമാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം തോന്നി. ആരും കാണാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ തൻ്റെ മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ വിളിച്ചു. ആ മന്ത്രിമാരുടെ പേരൊക്കെ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. ഇവരൊക്കെ എത്ര മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണെന്ന്. അവരടുത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തൊക്കെ ചികിത്സ നടത്തിയിട്ടും എൻ്റെ രോഗത്തിന് യാതൊരു ശമനവും കാണുന്നില്ല. ഈ ദിവസവും ഈ രോഗം വർദ്ധിച്ചു വരണത് കാണുമ്പോൾ അതിന് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു മാറാരോഗമാണെന്നും ഞാൻ മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള എന്തോ ഒരു കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇങ്ങനൊരു രോഗം എനിക്ക് വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കണം. അപ്പോൾ രാജ്യഭരണത്തിൻ്റെ ആ അധികാരം ഒഴിയാൻ ഞാൻ തീരുമാനിച്ചു. കാരണം ഈ ഒരു ശരീരം വെച്ചിട്ട് എനിക്ക് സിംഹാസനത്തിൽ ഇരുന്നിട്ട് രാജ്യസേവ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോവാണ്. ഇനിയുള്ള കാലം എൻ്റെ പുത്രൻ ഹേമകാന്തൻ അഥവാ ഹേമകണ്ഠൻ രാജ്യം ഭരിക്കും എന്നാ പറയണം. ആ ഹേമകാന്തൻ ചെറുപ്പാണ്, അവന് വലിയ കാര്യവിവരമൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം, നിങ്ങളുടെയൊക്കെ നല്ല ഉപദേശങ്ങൾ കൊണ്ടുവേണം ഈ രാജ്യം നന്നാവാൻ. എന്നോട് നിങ്ങൾ ഇത്രയും കാലം എത്ര കൂറുള്ളവരായിട്ട് നിന്നോ അതേപോലെ അവനെയും നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയും. അപ്പോൾ തൻ്റെ ആ തീരുമാനം പറയിക്കുമ്പോൾ മന്ത്രിമാർ പറയും, അങ്ങ് പോകേണ്ട ആവശ്യമില്ല, അങ്ങ് ചികിത്സയൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന് ചെയ്യണം, വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയും. അദ്ദേഹം പറയും, ഞാൻ എന്താ ചെയ്യാത്തത്? ഞാൻ മരുന്ന് പരീക്ഷിച്ചു, മന്ത്രം പരീക്ഷിച്ചു, ചെയ്യാവുന്ന സകലതും ഞാൻ ചെയ്തു നോക്കി. രോഗം വർദ്ധിക്കുക എന്നല്ലാണ്ട് രോഗം കുറയുന്നില്ല. നമ്മൾ ഈ രോഗമുള്ള സമയത്ത് ചില പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ രോഗം മൂർച്ഛിക്കണമായിട്ട് കാണാം, രോഗം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ ആ ചെയ്യുന്ന വഴിപാട് ഏതൊരു കാരണം കൊണ്ടാണോ ഈ രോഗം ഉണ്ടായിട്ടുള്ളത് ആ രോഗത്തിൻ്റെ ആ കർമ്മഫലത്തിനെ വളരെ പെട്ടെന്ന് അനുഭവിപ്പിച്ച് തീർത്തിട്ട് രോഗം മാറ്റാനായിരിക്കും. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക, ആ ഹോമം ചെയ്തപ്പോൾ എനിക്ക് രോഗം കൂടി, ക്ഷമയില്ല. അതുമായിട്ട് ചെയ്യേണ്ട അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതങ്ങോട്ട് പകുതിയിൽ അങ്ങോട്ട് നിർത്തും.
വാസ്തവത്തിൽ അത് മുഴുവൻ വേഗത്തിൽ അനുഭവിപ്പിച്ചു വിടുക. നിങ്ങൾ 10 കൊല്ലം കൊണ്ട് അനുഭവിക്കേണ്ടത് 10 ദിവസം കൊണ്ട് അനുഭവിപ്പിക്കും, അല്ലാണ്ട് അനുഭവിക്കാണ്ട് വിടില്ല. എല്ലാ കർമ്മങ്ങളും നമുക്ക് കത്തിച്ചു കളയാൻ പറ്റില്ല. കണ്ണിൽ തട്ടേണ്ടത് പുരികത്തിൽ തട്ടിച്ചിട്ടെങ്കിലും ഭഗവാൻ വിടും. പക്ഷെ എന്നാലും ഭഗവാൻ സഹായിക്കുന്നുണ്ട് നമ്മളെ. നമ്മൾ ഉൾക്കൊള്ളാറില്ല, നന്ദിപൂർവ്വം സ്മരിക്കാറില്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞില്ലേ, ചിലത് പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്നാൽ പോലും അത് അനുഗ്രഹമായിട്ട് കണക്കാക്കിക്കൊള്ളാം. അങ്ങനെ വേണം കണക്കാക്കാൻ. അപ്പം ഇവിടെ മുജ്ജന്മ പാപം കൊണ്ടാണ് ഇത് സംഭവിച്ച് എന്ന് ഇദ്ദേഹം തത്വമൊക്കെ പറയും. അതുകൊണ്ട് രാജ്യഭരണം ഞാൻ കളയുകയാണ്, എൻ്റെ മകനെ യുവരാജാവാക്കുകയാണ്. അങ്ങനെ തൻ്റെ മക്കളെ ഈ മന്ത്രിമാരോട് ഈ വിവരമൊക്കെ പറഞ്ഞതിന് ശേഷം സോമകാന്തൻ മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ദുഃഖിക്കരുത്, ഇന്ന് നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ഈ ദുരന്തം ആർക്കും വരാം. ഈ ലോകത്തിൽ എല്ലാവർക്കും എല്ലാ കാലത്തും സമൃദ്ധിയൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ കാലത്ത് വാർദ്ധക്യമായ നമ്മുടെ പൂർവികരൊക്കെ രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയിട്ടുണ്ട്. അച്ഛനിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നു, അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോണു, അത്രയും വിചാരിച്ചാൽ മതി, അല്ലാണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട. എന്നാണെങ്കിലും ഒരിക്കൽ നമ്മളൊക്കെ പോകേണ്ടതാ. ഞാനും പോവും, നിൻ്റെ അമ്മയും പോവും, നീയും നാളെ ഒരിക്കൽ പോവും. അതുകൊണ്ട് ഇതിലൊന്നും വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം രാജ്യഭരണത്തിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അത് വിസ്തരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കഥയുടെ ഭാഗത്തിൽ ആവശ്യമില്ല. രാജ്യതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചിലതൊക്കെ അദ്ദേഹം ഉപദേശിക്കുന്നത് ഗണേശപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയും, എത്രയും വേഗം തപസ്സിനായിട്ട് വനത്തിലേക്ക് പോകാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് നമ്മുടെ മായാബന്ധങ്ങളൊക്കെ അകലും എന്ന് ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കണം. അതുകൊണ്ട് ഹേമകാന്ത, നീ ഞങ്ങൾ പോണു എന്നുള്ളത് ആലോചിച്ചിട്ട്, ഞങ്ങളുടെ വേർപാടിനെ കുറിച്ച് ആലോചിച്ചിട്ട് നീ ദുഃഖിക്കണ്ട. നമ്മൾ ജനങ്ങളുടെയൊക്കെ അഭിലാഷം എന്താ വെച്ചാൽ അതിനനുസരിച്ച് അവർക്ക് ക്ഷേമം ഉണ്ടാക്കണ വിധത്തിൽ നന്നായിട്ട് രാജ്യം ഭരിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ മകന് ഭരണ കൈമാറ്റം നടത്തുമ്പോൾ എന്തൊക്കെ കൊടുക്കണം, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം പോലെ ഒരു ട്രെയിനിങ് ആയിട്ട് കുറേ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള രാജാവായിട്ട് ഭരിക്കുക എന്നുള്ളത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള കുലധർമ്മമാണ്. അതിന്ന് അണുവിട മാറാതെ രാജ്യം ഭരിച്ചോളണം. ഇങ്ങനെ മകനെയും മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള എന്താ പറയുക ബലമൊക്കെ തൻ്റെ വാക്കുകളെ കൊണ്ട് കൊടുത്തിട്ട് രാജാവ് തൻ്റെ പത്നിയായിട്ടുള്ള സുധർമ്മയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആ സമയത്ത് മകൻ വന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ, അച്ഛനും അമ്മയും ഇങ്ങനെ ഒറ്റയ്ക്ക് കാട്ടു പോകരുത്, തൽക്കാലത്തേക്ക് 2 മന്ത്രിമാർ അങ്ങേ അനുഗമിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. കൂടെ പോകുന്ന 2 പേര് നോക്കൂ, രൂപവാനെ കൂടെ കൊണ്ടുപോയില്ല. മനസ്സിലായില്ലേ? കർമ്മങ്ങൾ നന്നായിട്ട് നടത്തുന്ന ആളെ കൂടെ കൊണ്ടുപോയില്ല. കൂടെ അയക്കുന്ന 2 മന്ത്രിമാരുടെ പേര് സുബലനും ജ്ഞാനഗമ്യനും. അതായത് ശരീരത്തിന് ബലം വേണം വനവാസത്തിന് പോകുമ്പോൾ. അതേമാതിരി അറിവിനെ മുൻനിർത്തി ബ്രഹ്മബോധത്തിന് സാക്ഷാത്കരിക്കാനാണ് പോകേണ്ടത്. അതുകൊണ്ട് സുബലനെയും ജ്ഞാനഗമ്യനെയാണ് കൂടെ പറഞ്ഞയക്കണത്. അങ്ങനെ ഇവർ 2 പേരും വനത്തിലേക്ക് ചെന്നു. കുറേ ദൂരം ചെന്നപ്പോൾ വനം ഉള്ളിക്ക് പോകും തോറും വളരെ മനോഹരമായിട്ടുള്ള വനം. ഇവരൊക്കെ രാജാവിൻ്റെ രാജ്ഞിയും മന്ത്രിമാർക്കൊക്കെ ആ വനം കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് വലിയ സന്തോഷമായി. പക്ഷെ രാജാവിന് ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സില്ല. അങ്ങനെ യാത്ര ചെയ്ത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാട് അവസാനിച്ചു. ഒരു തുറസ്സായിട്ടുള്ള സ്ഥലം, ഒരു സമതലം, ആ പുൽമേടുകളൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം. അപ്പോൾ അവിടെ കിടക്കാം കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് രാജാവ് ഒരു മരത്തിൻ്റെ താഴെ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പത്നി അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിട്ട് അവിടെ ഇരുന്നു. സുബലനും ജ്ഞാനഗമ്യനും കാട്ടിൽ വല്ല പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ വിശപ്പ് അടക്കാനെന്ന് കരുതി അവർ കാട്ടിൻ്റെ അകത്തേക്ക് അന്വേഷിച്ച് പോയി. അപ്പോൾ ഭർത്താവ് ഉണരാണ്ട് അദ്ദേഹത്തിന് വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് വീശിക്കൊടുത്തുകൊണ്ടും വേർപ്പൊക്കെ തുടച്ചു കൊടുത്തിട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് വളരെ തേജസ്സോട് കൂടിയിട്ട് തീ പോലെ ജ്വലിക്കുന്ന ഒരു കുട്ടി കുറച്ച് ദൂരെ നിന്നിട്ട് പൂക്കൾ പറിക്കണം കണ്ടു. ആ കുട്ടിയുടെ അടുത്ത് ഈ സുധർമ്മ ചെന്നിട്ട് ചോദിക്കും,
നീ ആരാ, എന്താ ചെയ്യണത്, അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവ്യനായിട്ടുള്ള ബാലനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. ഗണേശപുരാണത്തിൻ്റെ ചില പാഠഭേദങ്ങളിൽ സോമകാന്ത രാജാവ് പോയിട്ട് ചോദിക്കണതായിട്ടാണ് ഇത് കാണുക. എന്നാൽ പ്രധാനപ്പെട്ട പാഠങ്ങളിലൊക്കെ രാജാവ് ഉറങ്ങ് സുധർമ്മ പോയി ചോദിക്കണതായിട്ടാണ് ഈ കഥ. എങ്ങനെയാണെങ്കിലും കുട്ടി പറയും, എൻ്റെ പേര് ചവനൻ എന്നാണ്, ഞാൻ പിൽക്കാലത്ത് ചവന മഹർഷി, അന്ന് കുട്ടിയാണ്, എൻ്റെ അച്ഛൻ ഭൃഗുവാണ്, പുലോമയുടെയും ഭൃഗുവിൻ്റെയും പുത്രനാണ് ഞാൻ. ഇനി നിങ്ങൾ ഈ കാട്ടിൽ വരാനുള്ള കാരണം എന്താ? ഇത് ഞങ്ങളുടെ താമസ സ്ഥലമാണ്, നിങ്ങളെന്തിനാണ് ഈ കാട്ടിൽ വന്നത്? നിങ്ങൾക്ക് രാജചിഹ്നങ്ങളൊക്കെ കാണണ്ടല്ലോ അമ്മയവർ. അപ്പോൾ പറയും, ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള നിന്നെ കാണാൻ സാധിച്ചത് മഹാഭാഗ്യം. സൗരാഷ്ട്രത്തിലെ രാജാവായിട്ടുള്ള സോമകാന്തനാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സുധർമ്മ. മകനെ ആയിട്ടുള്ള ഹേമകാന്തൻ രാജ്യം കൊടുത്തിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. കാരണം രാജാവിന് കുഷ്ഠരോഗമാണ് എന്ന് പറയും. എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് കുറച്ച് കൂട്ടിത്തരുമോ? ഭയങ്കര സ്ട്രെയിൻ വരുന്നു തൊണ്ടയ്ക്ക്, ചെണ്ട അപ്പോൾ അവിടുന്ന് കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ പൊട്ടി ഒലിച്ചിരിക്കുകയാണ്. ഈ മഹാരോഗം ഭേദാക്കാനായിട്ട് ഞങ്ങളിനി ചെയ്യാത്ത ചികിത്സയില്ല, എന്തെങ്കിലും ഒരു വഴി അവിടുന്ന് ഉപദേശിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ചവന മഹർഷി പറയും, ഇത്രയും നല്ലൊരു വ്യക്തിക്ക് കുഷ്ഠരോഗം പിടിക്കാനിടയായാലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം തകരുകയാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എൻ്റെ അച്ഛനെ വന്ന് കാണുക. എൻ്റെ അച്ഛൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപായം ഉണ്ടാക്കിത്തരും. ബാലനായിട്ടുള്ള ഞാൻ എന്ത് പറയാനാണ് എന്ന് ചവനൻ പറഞ്ഞു. ആലോചിച്ച് നോക്കണം, കാലങ്ങൾക്ക് ശേഷം വാർദ്ധക്യം പോയി യൗവനമായിട്ട് മാറുന്നത് ചവനനാണ്. അശ്വിനി ദേവന്മാർ ചവനപ്രാശം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെയാണല്ലോ ചവനപ്രാശം ഉണ്ടായത് അല്ലേ? അപ്പം അദ്ദേഹം അച്ഛനോട് പോയിട്ട് ഞാൻ പറയാം നിങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം പറയണത് നിങ്ങളോട് വരാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ഈ ദേവി അറിയിച്ചിട്ട് ചവനൻ ആശ്രമത്തിൽ ചെന്ന് അച്ഛനോട് ഭൃഗുവിനോട് പറഞ്ഞു. ആ സമയം മുഴുവൻ ഇവരിവിടെ അക്ഷമരായിട്ട്, അപ്പോഴേക്കും രാജാവിനെ വിളിച്ചെണീപ്പിച്ചു. സുധർമ്മ മന്ത്രിമാരും വന്നു. അങ്ങനെ ചവനൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ കണ്ടു. ഭൃഗുവിൻ്റെ പുത്രനാണത്രേ. അങ്ങേ കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ളതിന് അനുവാദത്തിന് ചോദിക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ ഈശ്വര പ്രാർത്ഥനയായിട്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി വന്നു. കുട്ടി വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം കൽപ്പിച്ചു. അവിടെ വന്നതിന് ശേഷം അങ്ങേക്ക് ഈ രോഗം പിടിപെടാനുണ്ടായ കാരണം എന്താണെന്നും അതിനെന്താ പ്രതിവിധി എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഇത് കേട്ടതോട് കൂടിയിട്ട് സോമകാന്തൻ്റെ കണ്ണിന്നൊക്കെ ധാരധാരയായിട്ട് അശ്രുക്കൾ വന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളില്ല. അപ്പോൾ സാക്ഷാൽ ഭൃഗുമഹർഷിയാണ് വിളിച്ചിരിക്കുന്നത് ആശ്രമത്തിലേക്ക്. അങ്ങനെ ആ സന്തോഷ വാർത്ത കേട്ടിട്ട് ആ രാജാവ് ഭഗവാനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടു. ഭാര്യയും മന്ത്രിമാരെയും ഒക്കെ കൂട്ടി ചവനമുനി കൂട്ടിക്കൊണ്ടുപോയ വഴി കൂടെ നടന്ന് ആശ്രമത്തിലേക്ക് എത്തി. സോമകാന്തൻ ഭൃഗുമഹർഷി അവരെ സ്വീകരിച്ചു. മഹർഷിയെ കണ്ടുടനെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സർവശ്രേഷ്ഠനായിട്ടുള്ള ഭൃഗുമഹർഷി, ഞാൻ അങ്ങയുടെ ദാസരുടെ ദാസനാണ്, എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വസ്ത്രം നീക്കി കാണിച്ചു. ദേഹം മുഴുവൻ വ്രണമാണ്, പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുരവസ്ഥ മാറാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. മഹാരാജാവിന് ആ അവസ്ഥ കണ്ടപ്പോൾ ഭൃഗുവിന് വലിയ സങ്കടം തോന്നി. അദ്ദേഹം എല്ലാവരും ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ആശീർവദിച്ച്, അങ്ങേ ബാധിച്ചിട്ടുള്ള ഈ രോഗം പൂർവജന്മത്തിൽ അങ്ങ് ചെയ്തിട്ടുള്ളൊരു ദുഷ്കൃതമായിട്ടുള്ള ഒരു മഹാഭാവത്തിൻ്റെ ഫലമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരൂ, സ്നാനകർമ്മങ്ങളൊക്കെ കഴിച്ചിട്ട് വരൂ. അങ്ങയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് അപ്പോഴേക്കും ഞാൻ ചിന്തിച്ചിട്ട് വിവരങ്ങൾ പറയാമെന്ന്. രാജാവ് പരിവാരങ്ങളും അടുത്തുള്ള ആ ആശ്രമത്തിൻ്റെ കുളത്തിൽ പോയി കുളിച്ച് വന്നു കഴിഞ്ഞ ഉടനെ, പണ്ടത്തെ കാലത്തെ മര്യാദ അതാണ്, കാര്യം ചോദിക്കാനാണ് വന്നത്, അസുഖം മാറ്റാനാണ് വന്നത്. ഇന്നിപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയാൽ നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വരുവാണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ചികിത്സിക്കാമെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതേപോലെ അങ്ങനെ ഇല്ല, അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഭൃഗുമഹർഷി പറഞ്ഞു പോയി കുളിച്ചിട്ട് വരൂ പറഞ്ഞു. ഇവർ കുളിച്ച് വന്ന ഉടനെ തന്നെ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. വയറൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, സോമകാന്ത, അങ്ങയുടെ പൂർവ്വജന്മത്തിനെക്കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്.
പുജന്മത്തിൽ അങ്ങ് ചെയ്തിട്ടുള്ള ഒരു വലിയ തെറ്റിൻ്റെ ഫലമാണ് ഈ കുഷ്ഠരോഗം. ആ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാം, ഇല്ലെങ്കിൽ നേരെ പരിഹാരത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞു പോയത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കഴിഞ്ഞു പോയത് അറിയണത് ഒരു തരത്തിൽ നല്ലതാണ്, പശ്ചാത്തപിക്കാൻ നല്ലതാണ്. പശ്ചാത്താപം കൊണ്ട് ഒരു വലിയ പരിധിയോളം കർമ്മക്ഷയം സംഭവിക്കും. ഞാനിങ്ങനെ തെറ്റ് ചെയ്തല്ലോ എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ജന്മം ഞാൻ അറിഞ്ഞുകൊണ്ട് ആരോടും ദ്രോഹിച്ചിട്ടില്ല, അല്ലേ, കഴിഞ്ഞ ജന്മം ചെയ്തതിന് ഞാനെങ്ങനെയാണ് ഉത്തരവാദിയാവുക എന്ന് ചോദിക്കും. ഞാൻ സാധാരണ പറയാറുള്ളൊരു സംഭവമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വഴി കൂടെ നടന്നു പോയാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഇന്ന് പോകുമ്പോൾ ഇതങ്ങനെ മുണ്ട് പുതച്ച് അശോമുണ്ട കൊടുത്തിട്ട് പോകുമ്പോഴാണ് ഞാൻ തിരുമേനിയെ കാണുന്നത്. ഞാൻ പുള്ളിയെ വഴിയിൽ നിന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനിട്ട് ഒരൊറ്റ അടി. അദ്ദേഹം അത് ഓർത്ത് വയ്ക്കും. പിറ്റേ ദിവസം അദ്ദേഹം ആൾക്കാരെ കൂട്ടി വരികയാണ് എന്നെ അടിക്കാൻ. അപ്പം ഞാൻ അന്ന് കോട്ടും സൂട്ടും ഇട്ടിട്ട് പോവുകയാണ്. എന്നെ വന്നിട്ട് 4 തല്ല് തിരിച്ച് ഇവരെല്ലാവരും കൂടെ. അപ്പം ഞാൻ തിരുമേനിയോട് ചോദിക്കണം, തിരുമേനി ഞാൻ ഇന്നലെ മുണ്ട് പോയിച്ചിട്ട് കസവുമുണ്ട് കൊടുത്തപ്പോഴല്ലേ നിങ്ങളെ തല്ലിയത്, ഇന്ന് ഞാൻ കോട്ടിട്ടിരിക്കുകയല്ലേ, ഇന്ന് എന്നെ തല്ലാൻ പാടുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് കഴിഞ്ഞ ജന്മത്തിലെ ഞാൻ ചെയ്തത് എങ്ങനെയാണ് ഈ ജന്മത്തിൽ ഞാൻ കാരണക്കാരനാവുക എന്ന് ചോദിക്കുന്ന അബദ്ധം. നമുക്ക് മാറ്റം വരുന്നില്ല. ഈശ്വരനും പ്രകൃതിക്കും ആ വിധി എന്ന് പറയുന്ന വസ്തുവിന് നമ്മൾ ബാക്ടീരിയ ആയിരുന്നാലും വൈറസ് ആയിരുന്നാലും ഉറുമ്പായിരുന്നാലും പക്ഷിയായിരുന്നാലും മൃഗമായിരുന്നാലും മനുഷ്യനായാലും ദേവനായാലും നമ്മളെന്താന്ന് അറിയാം. അതിൻ്റെ കണക്കവിടെ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകൾക്കും യുക്തികൾക്കും ഒന്നും പ്രകൃതിയിൽ യാതൊരു വിലയില്ല. പ്രകൃതിക്ക്. നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. മനുഷ്യൻ തൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയില്ലല്ലോ. അതുപോലെയാണ് പ്രകൃതിയും മനുഷ്യനും, ഞാനും പ്രകൃതിയും എന്നൊക്കെ പറയൽ. പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിൽ വന്നു കഴിഞ്ഞു സകലതും. അപ്പോൾ ഇവിടെ കഥ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. നമുക്ക് വെറുതെ പൂർവജന്മത്തിനെ കുറിച്ച് അറിയാനേ ഭയങ്കര താല്പര്യമാണ്. ഇതിപ്പോൾ പിന്നെ അടിയും കൂടെ കിട്ടിയിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ മഹർഷി ചോദിക്കുന്നത് അറിയണോ എന്ന് ചോദിക്കും. പിന്നെന്താ ആവാലോ എന്ന് പറഞ്ഞു. മഹർഷിയുടെ കാൽക്കൽ വീണ്ടും നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ ഉപകാരത്തിന് എനിക്ക് എന്നും നന്ദി ഉണ്ടാവും. അവിടുന്ന് ദയവ് ചെയ്തിട്ട് എൻ്റെ പൂർവ്വകർമ്മത്തിൻ്റെ ആ കഥ പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, അവിടുന്ന് മുജ്ജന്മത്തിൽ അതിസമ്പന്നനായിട്ടുള്ളൊരു വൈശ്യൻ്റെ പുത്രനായിരുന്നു. അന്ന് ആ വൈശ്യൻ താമസിച്ചിരുന്നത് വിന്ധ്യാചലത്തിൻ്റെ അടുത്ത് കൽഹാരം എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലാണ്. അയാളുടെ ഭാര്യയുടെ പേര് സുലോചനാദേവി എന്നും അവരുടെ ഏകപുത്രനായിട്ടുള്ള അവിടുത്തെ പേര് കാമതൻ എന്നുമായിരുന്നു എന്ന് പറഞ്ഞു. കാമതൻ എന്നുള്ള പേരായിരുന്നു പൂർവ്വജന്മത്തിൽ ഇയാൾക്ക്. അപ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചത്. അതിൻ്റെ എല്ലാ കുഴപ്പവും ഈ കാമതന് ഉണ്ടായിരുന്നു. എല്ലാ ലാളനകളും കിട്ടി വളർന്നു. ശിക്ഷിക്കേണ്ട സമയത്തൊന്നും അച്ഛനും അമ്മയും ശിക്ഷിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ പ്രായപൂർത്തിയായ കാലത്ത് സ്വന്തം കുലത്തുനിന്ന് തന്നെ കുമുദിനി എന്ന് പറയുന്ന നല്ലൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവർ കല്യാണം കഴിപ്പിച്ചും കൊടുത്തു ഇയാൾക്ക്. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, തലതിരിഞ്ഞവനെ നന്നാക്കാൻ പാവം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കും. കല്യാണം കഴിച്ചാൽ ഇവൻ ശരിയാവും എന്നും പറഞ്ഞിട്ട് നശിപ്പിക്കും. അങ്ങനെ ഉള്ള ഒരു പരിപാടി ഈ കുട്ടിയുടെ കാര്യത്തിലുണ്ടായി. ആ ധർമ്മപത്നിയായിട്ടുള്ള കുമുദിനി ഒരു അപ്രിയവും ഈ കാമതന് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇയാൾക്ക് എവിടെയൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്നറിയില്ല, അത്രയും സ്വത്താണ്. അതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുക, കാശ് ചിലവാക്കുക, അനവധി അവിഹിത ബന്ധങ്ങൾ പല സ്ത്രീകളുമായിട്ട്. അങ്ങനെ ഭാര്യയുടെ ഉപദേശം ഒന്നും കേൾക്കാണ്ട് നാട് മുഴുവൻ ചുറ്റി നടന്നിട്ട് അവളെ വെറുക്കുക, അവളെ തല്ലുക, അടിക്കുക, ദ്രോഹിക്കുക, ഈ വിധത്തിലൊക്കെ അനവധി മഹാപാതകങ്ങൾ അവളോട് ചെയ്തു. കുറേ കാലങ്ങൾ കടഞ്ഞു പോയപ്പോൾ അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു. അപ്പോഴേക്കും കയ്യിൽ കുറേ പൈസയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടെന്താ, കൂടുതൽ ഈ ബാക്കി വേശ്യാസ്ത്രീകൾക്കൊക്കെ പണം കൊടുക്കാനായിട്ട് നമ്മുടെ ദുന്തുകാരിയെ പോലെ തന്നെ കൊള്ളയടിക്കാൻ നടക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു കാട്ടിൻ്റെ ആ ഒരു നാട്ടുവഴി കാട്ടിലേക്ക് കൂടെ കടന്നു പോകുന്നൊരു ഭാഗമുണ്ട്, കാടിൻ്റെ അരികിൽ കൂടെ. അവിടെ പോയിട്ട് താമസിക്കാൻ തുടങ്ങി. അതിൽ കൂടെ വരുന്ന വഴിപോക്കരെയൊക്കെ പിടിച്ചു പറിക്കുക, അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പണ്ടം ഇതൊക്കെ തട്ടിപ്പറിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അങ്ങനെ ദുഷ്ടന്മാരായിട്ടുള്ള പല ആൾക്കാരും ഇയാളുടെ സുഹൃത്തുക്കളായിട്ട് ഇയാൾക്ക് വലിയൊരു കൊള്ളസംഘമുണ്ടായി. അങ്ങനെയാണല്ലോ, നല്ല
മനുഷ്യർക്ക് നല്ല വ്യക്തികളെയും ദുഷ്ടമനുഷ്യർക്ക് ദുഷ്ടരെയും കിട്ടും കൂട്ടുകാരായിട്ട് എന്ന് പറയണത് പോലെ. അങ്ങനെ ഇവരുടെ ഈ കൊള്ളസംഘത്തിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവിടുത്തെ ആ നാട്ടിലെ രാജാവിനെ പോയിട്ട് കണ്ടിട്ട് നാട്ടുകാർ അങ്ങനെ പല സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ കാടിൻ്റെ വഴിക്ക് നടക്കാൻ പറ്റില്ല. ആ കാമതനിപ്പോൾ ഒരു വലിയ കൊള്ളക്കാരനായി. അവന് 500 പേരുള്ളൊരു സംഘമുണ്ട്. ആർക്കും ആ വഴിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. രാജാവ് അതിശക്തമായിട്ടുള്ളൊരു സൈന്യമായിട്ട് വന്നിട്ട് ഇവരെയൊക്കെ പിടിച്ച് ഇവൻ്റെ അച്ഛനോടുള്ളൊരു ബന്ധം കാരണം ഇവനെ കൊന്നില്ല, നാട് കടത്തി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു കാട്ടിലേക്ക് പോയി, വേറൊരു രാജ്യത്ത്. അവിടെ പോയിട്ടും ഇതേ പരിപാടി. അതായത് ഒരനുഭവം വന്നു, ശിക്ഷ വന്നു, നന്നാവില്ല. അതിനാണ് അത് വീണ്ടും ആവർത്തിക്കുന്നത്. അവിടെ ചെന്നു ആ വാസന പോവില്ലല്ലോ. അവിടെ പോയി ആ നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കാട്ടിൽ കയറിയിട്ട് അവിടെ ഇതേപോലെ നാട്ടുകാർ വഴി കൂടെ പോകുന്ന ആൾക്കാരെ കൊള്ളടിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊരു മാറ്റം കൂടെ വന്നതെന്താ വെച്ചാൽ കൊലപാതകങ്ങൾ കൂടെ തുടങ്ങി. ആൾക്കാരെ കൊല്ലാൻ കൂടെ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗുണവർദ്ധനൻ എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണൻ അടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് തൻ്റെ വാസസ്ഥാനത്തു നിന്ന് പ്രസവത്തിനോ മറ്റോ പോയ ഭാര്യയുണ്ട് അപ്പുറത്തെ ഗ്രാമത്തിൽ. അവളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ കാട്ടിൽ കൂടെ പോവാണ്. കുറച്ച് അസമയമാണ്. ആ സമയത്ത് ഈ കാമതൻ ചാടി വീണ് ഗുണവർദ്ധനെ ആക്രമിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോവാണ്, ഞാനൊരു സാധാരണ ബ്രാഹ്മണനാണ്, എൻ്റെ കയ്യിൽ വലിയ സമ്പത്തൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ കേട്ടില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതൊന്നും, ആ ബ്രാഹ്മണനായിട്ടുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞതൊന്നും കേൾക്കാണ്ട് ഇയാൾ അവനെ ചെകിടത്തടിക്കുക, ചെവിക്ക് പിടിച്ച് വലിക്കുക, തലയ്ക്ക് കിഴുക്കുക, ഉള്ള പൈസയൊക്കെ തരാൻ പറഞ്ഞു. വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. എന്നിട്ടും അവനെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചപ്പോൾ അവൻ തിരിച്ചും കുറച്ച് ചെറുത്തപ്പോൾ അവനെ മാരകമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കിയാൾ. കഠാര കൊണ്ടും കമ്പ് കൊണ്ടും ഒക്കെ കല്ലുകൊണ്ട് ഇടിച്ചിട്ടും ഒക്കെ ഒരു മരണപ്രായമാക്കിയാളെ. അങ്ങനെ ആ വ്യക്തി ഭൂമിയിൽ വീണു. പ്രാണം പോണ സമയമായി. രക്തം ധാരധാരയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സ് ചുട്ടിട്ട് ആ ബ്രാഹ്മണൻ ശപിച്ചു, പരമദുഷ്ട, ഹൃദയമില്ലാത്തവനെ, ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത്, ഞാനൊരു ബ്രാഹ്മണൻ, എൻ്റെ ഭാര്യയെ കാണാൻ പോകണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നിട്ട് നീ എന്നെ ആക്രമിച്ചു, നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു. ഈ ബ്രഹ്മഹത്യയുടെ പാപം 1000 കൽപ്പകാലം, ബ്രഹ്മാവിൻ്റെ ആയുസ്സാണ് കൽപ്പം, ആ കൽപ്പകാലം നിന്നെ പിന്തുടരും, നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണ് രണ്ടും മേപ്പോട്ടായി പ്രാണം പോയി. ആ ശാപമൊന്നും കാമതൻ അന്ന് കണക്കിലെടുത്തില്ല. ഭൃഗുമഹർഷി പറയുക, അന്ന് ആ ശാപമൊന്നും താൻ കണക്കിലെടുത്തില്ല. വീണ്ടും പിന്നെയും അനവധി കൊലപാതകങ്ങൾ ചെയ്തു, പാപകർമ്മങ്ങൾ ചെയ്തു. അവസാനം വാർദ്ധക്യം വന്നപ്പോൾ ക്ഷീണമൊക്കെ ആയി തുടങ്ങിയപ്പോൾ കൂട്ടുകാരെ കിട്ടിട്ട് പോയി, ഒറ്റയ്ക്കായി, രോഗിയായി. നിങ്ങൾ ഏകാന്തമായിട്ട് വളരെ ദുരിതമയമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് എത്തി. ആ സമയത്ത് വയസ്സായ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പണ്ട് ഈ ഗുണവർദ്ധനൻ ശപിച്ച കാര്യം പോലും നിങ്ങൾ മറന്നുപോയി. അതങ്ങനെയാണ്. നമുക്ക് ദുരന്തം വന്നാലും നമ്മൾ പണ്ട് ഈ തെറ്റു ചെയ്തിട്ടാണ് എന്ന് ചിന്തിക്കില്ല, അത് അംഗീകരിക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, എനിക്കുണ്ടായൊരു അനുഭവമാണ് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നുമുണ്ട്. ഒരു അമ്മ, ഈ പലരും വിചാരം ഞാനെന്തോ ജ്യോത്സ്യനാണെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഓരോന്നൊക്കെ എടുത്ത് അയക്കും. ഞാൻ ഈ ജ്യോതിഷത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഈ കർമ്മനാശം വരുത്താൻ വേണ്ടിയിട്ടുള്ള വിദ്യകൾ എന്ന നിലയ്ക്കാണ്. ഞാനൊരു പ്രൊഫഷണൽ ജ്യോത്സ്യനാണെന്നുള്ള മാതിരിയൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയും. അപ്പം അങ്ങനെ ഒരമ്മ കൽപ്പാത്തിയിൽ ഞാനുള്ളൊരു സമയത്ത് പാലക്കാട് പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാണ്ട് വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കവരെ അറിയില്ല. അവരങ്ങോട്ട് വന്നു. അവർ വന്നിട്ട് കുറേ സങ്കടം. അവർ പറഞ്ഞു അവരുടെ മകളുടെ കല്യാണം നടക്കണില്ല, കുട്ടിക്ക് 10-35 വയസ്സായി, പുറത്തെവിടെയാണ്, ജർമ്മനിയിലോ അവിടെ എവിടെയാണ്, അപ്പോൾ ആ കുട്ടിക്ക് കല്യാണം നടക്കണില്ല, ഇവരെന്തെങ്കിലും നോക്കി കൊണ്ടുവന്നാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടുകാരെന്തെങ്കിലും പ്രശ്നം പറഞ്ഞൊഴിയും, ഇനി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് കല്യാണം മുടങ്ങും. ഇങ്ങനെ അനവധി ഇതായി. ആ കുട്ടി ഒരു പ്രാവശ്യം സൂയിസൈഡിന് വരെ അറ്റംപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും മാർഗമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ പറഞ്ഞു. എനിക്കറിയണ ഒരു രീതിയിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ
ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ നിങ്ങൾ ആരുടെയും കല്യാണം മുടക്കിയിട്ടുണ്ടോ ചോദിച്ചു. കല്യാണം മുടക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല സാറേ, ഞങ്ങളൊക്കെ വളരെ റെസ്പെക്റ്റബിൾ ഫാമിലീസ് എന്നാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു, അതല്ല, സാമ്പത്തികമായിട്ടുള്ള എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു കല്യാണം മുടക്കിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം. അതിൻ്റെ ഫലമാണ് നിങ്ങളുടെ മകൾ അനുഭവിക്കുന്നത്. അവരാദ്യം വെഹമെൻ്റ്ലി സമ്മതിച്ചില്ല. അവരന്ന് അവിടുന്ന് പോയി. ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് അവർ പോയതെന്ന് എൻ്റെ ഓർമ്മ. കാര്യമായിട്ട് അവർക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവരൊരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഫോണിൽ പറഞ്ഞു, ഞാൻ പണ്ട് ചിട്ടി നടത്തിയിരുന്നു. എൻ്റെ വീട്ടിൽ, ബോംബെയിൽ വീട്ടിൽ അനവധി ആൾക്കാർ ചിട്ടിയിൽ, ആ ഫ്ലാറ്റിൻ്റെ സമുച്ചയങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയും ചിട്ടിയിലുണ്ടായിരുന്നു. അവളുടെ മകളുടെ കല്യാണം വന്ന സമയത്ത് ആ പാവം ചിട്ടിപ്പണം ചോദിച്ചപ്പോൾ, നീ അടച്ചിട്ടില്ലല്ലോ ഇത്ര മാസത്തെ, ഇപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തില്ല. ആ കല്യാണം മുടങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിരുന്നു. ചിട്ടിപ്പണം പറ്റിച്ചത് അവർ. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് പരിഹാരമില്ല, ഈ ഒരു പാപത്തിന് സത്യം പറഞ്ഞ പരിഹാരമില്ല. പക്ഷെ ആ സ്ത്രീ ഇന്ന് എവിടെയാണ് ജീവിക്കണേ, അവരുടെ ജീവിതാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് ആ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ 1.5-2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ വിളിക്കണം. ഇവരെങ്ങനെയോ ആ പണ്ട് ജോലി ചെയ്ത സ്ത്രീയെ കണ്ടുപിടിച്ചു. ഇവരിപ്പോൾ താമസിക്കുന്നത് വേറെ എവിടെയാണ്, ബോംബെയിലല്ല, അപ്പോൾ മുംബൈയിലല്ല. അങ്ങനെ കണ്ടുപിടിച്ച് ആ അമ്മ പാവം പറഞ്ഞത്, എൻ്റെ മകൾ പോയി അമ്മ, എനിക്കെന്താ മനസ്സിൽ ഒന്നുമില്ല. അവർ നോർത്ത് ഇന്ത്യൻ സ്ത്രീയാണ്, അങ്ങനെയൊന്നും എനിക്കില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. ഇവർ പലിശയുടെ പലിശയായിട്ട് ആ പൈസയും കൊണ്ടു കൊടുത്തു എന്നാണ് പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ കല്യാണം നടന്നു. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കഥയായിരിക്കും, പക്ഷെ പ്രകൃതിയിലുള്ള ഘടനകൾ അങ്ങനെയാണ്. കർമ്മത്തിൻ്റെ അത്ര ഭീകരമാണ്. നോക്കൂ, ഒരു നിസ്സഹായനായിട്ടുള്ളൊരു പാവം ബ്രാഹ്മണൻ്റെ തലയ്ക്ക്, ബ്രാഹ്മണൻ എന്നല്ല ഏതൊരു മനുഷ്യജീവി എന്ന് വിചാരിച്ചാൽ മതി, അയാളെ തലയിൽ കരിങ്കല്ലിട്ട് ഇടിച്ചിട്ട് അയാളെ വെറുതെ ഒരു രസത്തിന് കൊല്ലുക, എന്നിട്ടത് മറന്നും പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പാപം എത്രമാത്രം മനസ്സിനെ ഇരുട്ടുള്ളതാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ആലോചിച്ച് നോക്കുക. നമുക്കാണ് ഈ മറക്കാൻ പറ്റുമോ? ഒരാൾ അബദ്ധത്തിൽ പോലും നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ നമ്മളത് ജീവിതകാലം മുഴുവൻ ഓർക്കും. അപ്പോൾ എത്രമാത്രം മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു വസ്തു ഇല്ലാതായി തീർന്നിട്ടുണ്ടാവും അല്ലേ? ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത്രയും ഭീകരമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമല്ല, പല മേഖലകളിൽ, ഈവൻ ആധ്യാത്മികതയെ പോലും ഇങ്ങനത്തെ ഘോരമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്ന മഹാഭാവികളാണെന്ന് പലയിടത്തു നിന്നുള്ളതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം. നാരദ മഹർഷി ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഭാഗണ്ഡന്മാർ ആചാര്യവേഷത്തിലും സന്യാസവേഷത്തിലും പുരോഹിത വേഷത്തിലും നദീതീരങ്ങളിലും ആശ്രമപാഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ഇരുന്നിട്ട് സാധാരണ ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് കലിയുഗത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അപ്പുറമുള്ള ദ്രോഹങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കണം. എന്താണെങ്കിൽ ആ ശാപകാര്യം പോലും ഇയാൾ മറന്നു. ആരുമില്ലാത്തവനായി, ആരോഗ്യമില്ലാത്തവനായി, ഭിക്ഷ പോലും കിട്ടാണ്ട് അലഞ്ഞ് തിരിഞ്ഞ് ലക്ഷ്യമില്ല, ഇഴഞ്ഞും നിരങ്ങിയും വിഷമിച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ക്ഷേത്രം കണ്ടു. ആ ക്ഷേത്രം പഴയ കാലത്തുള്ളൊരു പുരാതനമായിട്ടുള്ളൊരു ഗണപതിയുടെ അമ്പലമാണ്. അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ അന്ന് രാത്രി പോയി കിടന്നുറങ്ങി. ഞാൻ പണ്ട് ഇവിടെ ഭാഗവതഹംസത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയൊരു കാലത്ത് ഈ മള്ളിയൂർ പ്രദേശത്ത് കൂടെ ആൾക്കാർ പോകുന്ന സമയത്ത് ആ പുറത്തൊരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ കാടാ, ഇവിടെ ഉള്ളിലൊരു ചൈതന്യം ഉണ്ട് എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയുള്ളൂ. ആ അമ്പലം പോലും ആരും കയറി നോക്കിയിട്ടില്ല. എല്ലാവരും ആ കടന്നു പോകുമ്പോൾ ഒന്ന് കാട്ടിലേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴുതിട്ട് പോവും. അതൊരു മഹാത്മാവ് അതിനെ എടുത്ത് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഈ കഥ ശ്രവിക്കണ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈശ്വര നിശ്ചയത്തിൻ്റെ കഥയാണ് ശരിക്കും, അല്ലേ? അതുപോലെ എന്തോ ഒരു ഈശ്വര നിശ്ചയം ഈ മഹാത്മാവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അയാളെ മഹാത്മാവെന്ന് അപ്പം വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു പുരാതന ഗണപതി ക്ഷേത്രം അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി. നേരം പുലർന്ന സമയത്ത് ആ പൊളിഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള മനോഹര, പഴക്കം കൂടിയതാണെങ്കിലും പായലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മനോഹരമായിട്ടുള്ള ഗണപതി വിഗ്രഹം, നല്ല ഭംഗിയുള്ള വിഗ്രഹം കണ്ടിട്ട് മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒരു നമ്മൾ പറയില്ലേ, ജീവിതത്തിന് ഒരു പർപ്പസ്, ഒരു അർത്ഥം വന്ന പോലെ എന്തോ ഒരു മനസ്സിലൊരു സുഖം തോന്നി. അവിടെ അദ്ദേഹം
ഭക്തിയോട് കൂടിയിട്ട് താൻ ജീവിതം നശിപ്പിച്ചതും നഷ്ടപ്പെടുത്തിയതും ക്രൂരകൃത്യങ്ങൾ താൻ ചെയ്തതൊക്കെ ആലോചിച്ചിട്ട് പശ്ചാത്തപിച്ചു. ഭഗവാന്റെ ആ പാദങ്ങളിൽ പോയിട്ട് തല ഇങ്ങനെ മുട്ടി തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ കാലം കൊണ്ട് സോമകാന്ത നിങ്ങളൊരു ഗണപതി ഭക്തനായി മാറി എന്ന് ഭൃഗു മഹർഷി പറയുന്നു. സദാസമയം ഭഗവാനെ ആരാധിച്ചിട്ട് കാട്ടുന്ന പൂക്കൾ പറിച്ചുകൊണ്ട് വരിക, അതിടുക, വെള്ളം കൊണ്ടുവരിക, അഭിഷേകം ചെയ്യുക, ഇങ്ങനെയൊക്കെ അവിടെ കഴിയാൻ തുടങ്ങി. അങ്ങനെ ചെയ്യ രോഗത്തിന് ശമനം ഉണ്ടായി. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ല ആരോഗ്യമായി മര്യാദയ്ക്കൊക്കെ ഒന്ന് എണീച്ച് നടക്കാം, മനസ്സിന് നല്ല സ്വസ്ഥത വന്നു, ഉന്മേഷം വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്ത്, പണ്ട് ഞാനും ആ 4-5 കൂട്ടുകാരും കൂടെ കൊള്ളയടിച്ചതിൻ്റെ കുറച്ച് മുതലെടുത്തിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ടിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അത് നല്ലോണം ഉണ്ട്, അത് ഏതെങ്കിലും ഒരു ആപത്തുള്ള കാലത്ത് ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അന്ന് കൊണ്ടേ കുഴിച്ചിട്ടതാണ് എന്ന് പറയും. അത് നമ്മൾ ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിന്നും ടോം സോയറും ഉണ്ട്, മാർക്ക് ട്വൈൻ്റെ. അതിൽ ലൂമിയർ എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരൻ കടന്നുപോയിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ. അത് അവരന്ന് കുഴിച്ചിട്ടിട്ടുള്ള ഒരു നിധിയുടെ കുംഭം ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഈ ടോം സോയർ ഹക്കിൾബറി ഫിന്നും കുറേ പിള്ളേരും കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുഴിച്ച് പറിച്ച് നോക്കണേ. രസകരമായിട്ടുള്ളൊരു ഭാഗമുണ്ട് ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറിൽ, നല്ല രസമാണ്. അതായത് ഇവർ അത് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, ഈ കൊള്ള സംഘങ്ങളും രാജകുടുംബങ്ങളും വലിയ സ്വത്തുള്ള ആൾക്കാരും ഒക്കെ ഇനിയൊരു കാലത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടും. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഏറ്റവും കൂടുതലുള്ളത് അമ്പലങ്ങളുടെ കൊടിമരങ്ങളുടെ താഴെയാണ്. കൊടിമരത്തിലും താഴിയക്കുടത്തിലുമാണ് ഇത് സൂക്ഷിക്കുക. താഴിയക്കുടത്തിൽ അരി, പട്ടിണിയും വെള്ളപ്പൊക്കവും വന്നാൽ ഏറ്റവും ഉയരത്തിലല്ലേ, കേടുവരാണ്ട് അരിയിരിക്കും, വിത്തുകളും ഒക്കെ വയ്ക്കും. ഇനി കൃഷിക്ക് അത് ക്ഷേത്രത്തിൻ്റെ താഴിയക്കുടത്തിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രളയമൊക്കെ വന്ന് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴിയക്കുടം അഴിച്ചെടുത്താൽ മതി, അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഈ സാധനം. എല്ലാ ജനിതക വെറൈറ്റികളും വിത്തുകളും അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഒരു സീഡ് ബാങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴിയക്കുടം. അതേമാതിരി തന്നെ സ്വത്ത് സൂക്ഷിക്കാനുള്ള ഖജനാവുകളാണ് ഈ ധ്വജകുണ്ഠം എന്ന് പറയും. നമ്മൾ കൊടിമരത്തിൻ്റെ ആ കുണ്ഠം, അതിൻ്റെ ഉള്ളിൽ സ്വർണം, രത്നം, ഗരുഡശില, അങ്ങനെ പുഷ്യരാഗം ഇതൊക്കെ കൊണ്ടിടും അല്ലേ. അതിപ്പോൾ ഇന്നൊക്കെ ശാസ്ത്രത്തിനാണ്, പണ്ട് ധാരാളമായിട്ട് ഇട്ട് വയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുക. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ ധനമൊക്കെ പോയിട്ട് നോക്കി, ഒക്കെ കിളച്ച് നോക്കി, ഏകദേശം സ്ഥലമൊക്കെ കണ്ടുപിടിച്ചാൽ ഇത് തന്നെയാണ്, ഉറപ്പിച്ചു. മാന്തി നോക്കി, അപ്പോൾ ഇത്തിരി മാറിയിട്ടുണ്ട്, ഇവിടെ അല്ല, അപ്പോൾ നോക്കി അത് അപ്പുറത്താണ്. അങ്ങനെ അതൊക്കെ പോയി ഉള്ളി കണ്ടുപിടിച്ചപ്പോൾ അന്ന് കുഴിച്ചു വെച്ച ആ ഒരു ചെപ്പ് നിറച്ച്, ഒരു വലിയ പെട്ടി നിറച്ച് രത്നങ്ങളും സ്വർണവും ഒക്കെ ഉണ്ട്. ഉടനെ തന്നെ ആ രത്നങ്ങളൊക്കെ എടുത്ത് ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് ഈ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടു വെച്ചു. എന്നിട്ട് ആലോചിച്ചു ഇതിനെ എങ്ങനെ ചിലവഴിക്കണം എന്നാലോചിച്ചിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അതിന് ആവശ്യത്തിന് കുറച്ച് പണം എടുത്തിട്ട് അടുത്തുള്ളൊരു ഗ്രാമത്തിൽ പോയി അവിടെ ചെന്നിട്ട് ശില്പികളെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ശില്പികളെയൊക്കെ അന്വേഷിച്ച് ഒരു സ്ഥപതി ഏർപ്പാടാക്കി. അയാളുടെ കീഴിൽ കുറേ കോൺട്രാക്റ്റിൽ കുറേ ആൾക്കാർ, അങ്ങനെ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ അമ്പലം കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശില്പികളുടെ സഹായത്തോടു കൂടിയിട്ട് ആ ക്ഷേത്രത്തിനെ വൈകാണ്ട് അദ്ദേഹം നല്ല പ്രാകാരത്തോടൊക്കെ കൂടിയിട്ട് പുതുക്കി പണിതു. അങ്ങനെ ആ പുണ്യകർമ്മ ഫലം കാരണം നിങ്ങൾ ചെയ്തിരുന്ന പാപങ്ങൾക്ക് ഒരു പരിധി വരെ പ്രായശ്ചിത്തമായി. മഹർഷി പറയാം, ഒരു പരിധി. ക്ഷേത്ര നിർമ്മാണങ്ങളിൽ സാധാരണ പ്രമാണമായിട്ട് പറയും, ദേവീക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നത് മഹാപുണ്യം. അതിൻ്റെ ഇരട്ടി പുണ്യമാണ് അത്ര നാരായണൻ്റെ ക്ഷേത്രങ്ങൾ. അതിന് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പുണ്യം ശിവക്ഷേത്രം പുനരുദ്ധരിച്ചാലാണ്. അത് ശിവനോട് ഇപ്പോൾ പ്രത്യേകമായിട്ട് പക്ഷപാതം, പാർഷ്യാലിറ്റി ഉള്ളതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. ദേവിയുടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് രക്ഷ കിട്ടും. ജീവിച്ചിരിക്കണവന് രക്ഷയാണ് ദേവി എവിടെ ഇരുന്നാലും. നാരായണൻ്റെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു കഴിഞ്ഞാൽ സമൃദ്ധി, രോഗം ഉണ്ടാവില്ല, അരോഗമായിരിക്കും ആ പ്രദേശം എന്നുള്ളൊരു സംഗതി. ശിവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ആത്മാക്കൾക്ക് പ്രവേശനമില്ല. പ്രേതങ്ങൾ കഷ്ടത്തിലാവും. പ്രേതാവസ്ഥയിലുള്ളവർക്ക് പോലും ആശ്വാസം കിട്ടാവുന്ന സ്ഥലമാണ് ശിവക്ഷേത്രങ്ങൾ. അതായത് ആർക്കും വേണ്ടാത്തവരാ പ്രേതങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 30 കൊല്ലം 50 കൊല്ലം ഒന്നിച്ച് വളരെ പ്രണയത്തോടു കൂടി ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചുപോയി,
പിറ്റേ ദിവസം ഭാര്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് കണ്ടിട്ട് ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടാ അല്ലേ? പ്രേതമാണ്. അത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചാൽ ഇപ്പോൾ പ്രേത. അപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും പ്രേതാവസ്ഥയിൽ നമ്മളെ വേണ്ട. അങ്ങനെയുള്ളവർക്കും ആശ്വാസം നൽകാൻ ചുടലയിൽ കാത്തിരിക്കണവരാണ് മഹാദേവൻ എന്നാ പറയുക. അതുകൊണ്ടാണ് ഈ ശിവക്ഷേത്രങ്ങൾക്ക് ജീർണതയും പെട്ടെന്ന് വരും. കാരണം ശാപങ്ങളും പെട്ടെന്ന് അവിടെ തട്ടുക, മനസ്താപങ്ങളും അവിടെ തട്ടുക. കാരണം എല്ലാ നെഗറ്റിവിറ്റികളെയും ഭഗവാൻ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജീർണത പെട്ടെന്ന് വരും, ശാപങ്ങളും പെട്ടെന്ന് ശിവക്ഷേത്രത്തിനെ ബാധിക്കുക, ദേവിയുടെ അമ്പലങ്ങളെക്കാട്ടിലും നാരായണൻ്റെ അമ്പലങ്ങളെക്കാട്ടിലും. അതുകൊണ്ട് ശിവക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും ആത്മാക്കൾക്കും ശരീരം നഷ്ടപ്പെട്ടവർക്കും അഭയസങ്കേതമായതുകൊണ്ട് ആ ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് ശിവക്ഷേത്രത്തിനൊരു മഹാത്മ്യം പറഞ്ഞിരിക്കുന്നു. ഇടയിൽ സന്ദർഭവശം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റണമൊക്കെ ചെയ്യുക എല്ലാവരും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായി നല്ല ഗംഭീരമായിട്ട് ആ ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയപ്പോൾ ആ ദേഹത്തെ ഇങ്ങനെ വിട്ടുപിരിഞ്ഞ ആ ദേഹിയെ, ആത്മാവിനെ കാലദൂതന്മാർ യമധർമ്മദേവൻ്റെ മുന്നിൽ കൊണ്ടുപോയി. ധർമ്മരാജാവ് ആത്മാവിൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ അയാളെ കാമതൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആത്മാവിനോട് ചോദിച്ചു, പുണ്യവും പാപവും ഒരേപോലെ ചെയ്തവനാ നീ. കാരണം അത്ര ടൈം കിട്ടിയുള്ളൂ, പുണ്യം അധികരിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല. അത്രയും ടൈം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പാപം ചെയ്തു, വളരെ കുറച്ച് സമയം പുണ്യം ചെയ്തുള്ളൂ. പക്ഷെ ആ പുണ്യം നല്ല സോളിഡായിട്ടുള്ള പുണ്യം ചെയ്തു വെച്ചു. അപ്പോൾ പറയണം, ഇത് രണ്ടും ഇപ്പോൾ തുല്യാവസ്ഥയല്ല നമുക്ക്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ ഇത് രണ്ടും അനുഭവിക്കണം ഒരേപോലെ. പക്ഷെ നീ ഗണപതിയുടെ ക്ഷേത്രമൊക്കെ പണിതുകൊണ്ട് നീ ഭക്തനായതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം. പുണ്യമാണോ ആദ്യം അനുഭവിക്കേണ്ടത്, പാപമാണോ ആദ്യം അനുഭവിക്കേണ്ടത്, അതിനനുസരിച്ച് ഞങ്ങളിവിടെ സെറ്റിങ്സ് ശരിയാക്കും എന്ന് പറഞ്ഞു. ആദ്യം പുണ്യകർമ്മം, പിന്നീട് പാപവും ഞാൻ അനുഭവിച്ചോളാം എന്ന് എല്ലാവരെയും പോലെ അദ്ദേഹം പറഞ്ഞു. ബുദ്ധിമാന്മാരാണെങ്കിൽ നേരെ തിരിച്ചാ പറയുക അല്ലേ, പുണ്യവും പാപവും. ഇത് പണ്ടൊരാൾ മരിച്ചിട്ട് അയാളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകത്രേ ദേവന്മാർ. അപ്പോൾ ഭയങ്കര പുണ്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്വർഗത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ആ തേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരു മേള നടക്കണം. നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ ഡാൻസ് കളിക്കണു, കറങ്ങണ യന്ത്രമുണ്ട്, ഐസ്ക്രീം വെക്കുന്നുണ്ട്, പല 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 സംഭവങ്ങളുണ്ട്. പുള്ളി വെറും നിർത്ത്. അപ്പോൾ ഇവർ വണ്ടി നിർത്തി. അല്ല, ഇവിടെ നിൽക്കണോ, നമുക്ക് എത്തണ്ടേ? ഇത്ര നേരം മഹാബോറല്ലേ, നിങ്ങളാണെങ്കിൽ തമ്മിലൊന്നും മിണ്ടണില്ല, ഒരു സ്റ്റീരിയോ ഇല്ല, പാട്ടില്ല, ഭയങ്കര ബോറ്, ഇവിടെ നിർത്താൻ പറഞ്ഞു. കുറച്ച് നേരം ഞാൻ പോയിട്ട് വരാം. അവിടേക്കും കൂടെ ഇറങ്ങി. അങ്ങനെ അവിടെ ചെന്നു, അവിടെ സ്ത്രീകളുടെ നൃത്തം ചെയ്തു, ഐസ്ക്രീം കഴിച്ചു, മെറിഗോ റൗണ്ട് കയറി. അങ്ങനെ ആ മേളയുടെ ഉള്ളിൽ കറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് കുറേ ഭീമാകാരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇയാളെ പിടിച്ചിട്ട് നരകത്തിൽ കൊണ്ടിട്ടു. ഞാൻ പുണ്യം ചെയ്തവൻ, ഞാൻ സ്വർഗത്തിൽ പോകേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടല്ല, നിങ്ങളിവിടെ ഇറങ്ങിയല്ലോ പറഞ്ഞു. അല്ല, ഇതല്ലേ സ്വർഗത്തിൻ്റെ? അല്ല, ഇത് നരകത്തിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറഞ്ഞു. നരകത്തിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ. അപ്പോൾ അതുപോലെ ഇദ്ദേഹം പക്ഷേ ആദ്യം എന്താ പറയുക, പുണ്യകർമ്മഫലം അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് വാർദ്ധക്യകാലത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തതും വിഘ്നേശ്വരൻ്റെ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്തതുകൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് അതിസുന്ദരമായിട്ടുള്ള ശരീരം, അതേപോലെ തന്നെ പ്രതാപം, അധികാരം, എല്ലാ അസുഖങ്ങളും തരുന്ന രാജ്യപദവി, ഇതൊക്കെ കിട്ടിയിട്ടാണ് നിങ്ങൾ സോമകാന്തൻ എന്ന പേരിൽ രാജാവായിട്ട് ഭരിക്കാനിടയായത്. അന്ന് ചെയ്ത പുണ്യമൊക്കെ അതാ തീർന്നു കഴിഞ്ഞു. ഇനി പുതുതായിട്ട് ഒന്നുമില്ല സ്റ്റോക്കിൽ. പാത്രം ചോറിങ്ങനെ വടിച്ചെടുക്കില്ലേ ചിലർ, ശബ്ദം ഉണ്ടാക്കിയിട്ട് അതുപോലെ പുണ്യം എടുത്തു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല ബാക്കി. അങ്ങനെ ആയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദുരിതകാലമാണ് പറയില്ലേ. ഇപ്പം മോശ സമയമാണ്, അപ്പം അത് കഴിഞ്ഞാലോ പിന്നെ ശീലമായിക്കോളും അല്ലേ, പറയാറില്ലേ? അതുപോലെ ഇനി ശീലമായിക്കോളും എന്ന് പറഞ്ഞു. ഇങ്ങനെ മുജ്ജന്മത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ട് ഭൃഗുമഹർഷി ഒന്നും മിണ്ടാതെ കുറേ നേരം ഇരുന്നു. രാജാവിനും എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല. രാജാവ് ഒന്നും മിണ്ടിയില്ല. കാരണം എപ്പോഴും മഹാത്മാക്കൾ അവർക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഫർദർ വല്ലതും പറയണം, എന്നാലേ പറയുള്ളൂ. പക്ഷെ രാജാവ് ഒന്നും മിണ്ടണില്ല. രാജാവ് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഭൃഗുമഹർഷി ആ സൈലൻസ് ഭേദിച്ചിട്ട് ചോദിച്ചു, രാജാവേ, ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വിശ്വാസമായില്ല എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഒന്നും മിണ്ടാണ്ട്, ശരിയാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് പറയണതിന് പകരം മറുപടി ഒന്നും പറയാണ്ട് താഴോട്ട് നോക്കിയിട്ട് മിണ്ടാണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് വിശ്വാസമായിട്ടില്ല. അങ്ങനെയാണ്. ആ സമയത്ത്
ഭൃഗു മഹർഷിക്ക് മനസ്സിലായി ഈ രാജാവിന് താൻ പറഞ്ഞു കൊടുത്തതിൻ്റെ മൂല്യം കിട്ടിയിട്ടില്ല. ചില വ്യക്തികൾക്ക് അങ്ങനെയാണ്, അവർക്ക് ചില ഉപദേശങ്ങൾക്കുള്ള അർഹത ഉണ്ടാവില്ല. നമ്മൾ പറയും അങ്ങോട്ട് കയറി ഉപദേശിക്കരുത് ആരെയും, ഉപദേശം വിലയറിഞ്ഞ് വാങ്ങണം. ഇവിടെ ഭൃഗു മഹർഷി ഇത്ര മഹാത്മാവായിട്ടുള്ള ഒരാൾ, ആലോചിച്ച് നോക്കൂ, രാജാവ് ചവന മഹർഷി കൂട്ടിക്കൊണ്ടുവന്നാണ് അങ്ങോട്ട്, എന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് അദ്ദേഹം സഹായിക്കുന്നു, എന്നിട്ടും അതിനൊരു ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് രാജാവ് കാണിക്കുന്നില്ല. അപ്പം മഹർഷി നാച്ചുറലി അദ്ദേഹം മഹാത്മാവായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി ഞാൻ ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇയാൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയ നിമിഷം ഭൃഗു മഹർഷിയുടെ ശരീരത്തു നിന്ന് അതിഗംഭീരന്മാരായിട്ട് ഉള്ള ആയിരക്കണക്കിന് പക്ഷികൾ ആവിർഭവിച്ചിട്ട് രാജാവിൻ്റെ നേരെ പറന്നെടുത്തു. അവറ്റകൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ കൊക്കുകളാണ്. ആ കൊക്കുകളെ കൊണ്ട് രാജാവിൻ്റെ ശരീരത്തിലെ വ്രണങ്ങളെ കൊത്തിപ്പറിക്കാൻ തുടങ്ങി. രണ്ട് പക്ഷികൾ അയാളുടെ ശരീരത്തിലെ ഷോളിനെ എടുത്ത് പറിച്ചുകൊണ്ട് പോയി. ദേഹം അനാവൃതമായി. ദേഹത്ത് മുഴുവനുള്ള വ്രണങ്ങളിൽ ചെന്നിട്ട് കൊത്തി 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 രാജാവ് പ്രാണൻ പോണ വേദനയിൽ കിടന്നു ഉരുണ്ടു. ആ വേദനയിൽ കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞിട്ട് രാജാവ് കൈകൾ കൂപ്പിയിട്ട് മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങയുടെ ഈ പുണ്യാശ്രമം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സങ്കേതമാണ്. അങ്ങയുടെ സന്നിധിയിൽ വെച്ചിട്ട് ഈ ദുഷ്ടജന്മങ്ങളായിട്ടുള്ള പക്ഷികൾ അടിയനെ ഇങ്ങനെ ക്രൂരമായിട്ട് ആക്രമിക്കണത് കണ്ടുകൊണ്ടിരിക്കണില്ലേ അങ്ങ് എന്നെ രക്ഷിക്കണേ, എനിക്കിത് സഹിക്കണില്ല എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ക്രൂരന്മാരായാൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന രണ്ട് ആൾക്കാരുണ്ട്. നമ്മൾ സാധാരണ അവരെ ഏറ്റവും പാവെന്നാ പറയുക. ഒന്ന് പക്ഷികൾ, രണ്ട് മനുഷ്യക്കുട്ടികൾ. മനുഷ്യക്കുട്ടികൾ ക്രൂരത കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെപ്പോലെ ക്രൂരതയുള്ള വേറെ ആരും കാണില്ല. ഇർവിൻ ഗോൾഡിങ്ങിൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് നോവലുണ്ട്, ഞാൻ ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്. ഒരു ദ്വീപിൽ ഒരു കപ്പൽ ഛേദം സംഭവിച്ചിട്ട് കൊച്ചുകുട്ടികൾ മാത്രം പെടുക, ബാക്കി എല്ലാവരും മരിച്ചു പോകും, കുട്ടികൾ മാത്രം രക്ഷപ്പെടും. ആദ്യത്തെ കുറേ ദിവസം അവർ കളിച്ചൊക്കെ നടക്കും, പുതിയ സ്ഥലം, നല്ല ദ്വീപ്, തിന്നാനൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിന്നാനുള്ളതും കഴിയും, ദ്വീപിൽ വരൾച്ച വരും, അവസാനം കുട്ടികൾ അന്യോന്യം കൊന്നു തിന്നാൻ തുടങ്ങും. കുഞ്ഞുങ്ങളിൽ, മനുഷ്യക്കുഞ്ഞുങ്ങളിൽ എത്രമാത്രം ക്രൂരതയുണ്ട് എന്നുള്ളത് കാണിക്കുന്നൊരു നോവലാണ് ഇത്. അതേപോലെയാണ് പക്ഷികൾ. പക്ഷികളുടെ ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കത് കാണണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാൽ മതി. 20 ലക്ഷം ഒരേ ടൈപ്പ് പക്ഷികളെയൊക്കെ ഒറ്റയടിക്ക് കാണാം. ഫ്ലെമിംഗോസ്, പെലിക്കൻസ്, ഇങ്ങനത്തെയൊക്കെ. അവറ്റകളെ പോലും ആക്രമിക്കുകയാണെങ്കിൽ കൂട്ടായിട്ട് അവർ ആക്രമിക്കുക. പക്ഷെ ക്രൂരത എന്നത് പറയാൻ പറ്റില്ല, അത് അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. പക്ഷികളുടെ ക്രൂരത കാണണമെങ്കിൽ പണ്ടത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ലോകപ്രസിദ്ധമായിട്ടൊരു ക്ലാസിക് സിനിമയുണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ, ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷികൾ മനുഷ്യന് നേരെ തിരിയണതാണ്. അതായത് പ്രകൃതിയെ മനുഷ്യൻ ദ്രോഹിച്ച് എത്തുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്നത് പക്ഷികളുടെ രൂപത്തിലാണ്. അതായത് ന്യൂയോർക്ക്, ലണ്ടൻ, ഇങ്ങനത്തെ വലിയ വലിയ മഹാനഗരങ്ങളിലൊക്കെ പക്ഷികളുടെ ലക്ഷക്കണക്കിന് പക്ഷികൾ ഇറങ്ങുകയാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാണ്ടാക്കി വിടുവരും. ഇതാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പക്ഷികൾ ഇരുമ്പിൻ്റെ കൊക്ക് കൊണ്ട് ഈ രാജാവിനെ കൊത്തിപ്പറിച്ച്, എന്നാൽ കൊല്ലൂല്ല, ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകയാതന ആ ആശ്രമ സങ്കേതത്തിൽ അയാളെ അനുഭവിപ്പിച്ചു. അപ്പോൾ മഹർഷിയോട് ഇത് പ്രാർത്ഥിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയോട് സ്നേഹം കൊണ്ട് അങ്ങയ്ക്ക് തന്ന ഉപദേശം, എൻ്റെ വാക്കുകൾ അങ്ങയ്ക്ക് വിശ്വാസമില്ല, സത്യമായിട്ടുള്ള ആ വാക്കുകൾ നുണയായിരിക്കുന്ന അങ്ങ് അഹങ്കാരം കൊണ്ട് വിചാരിച്ചു. നമ്മളൊക്കെ അങ്ങനെയാണ്, ഞാനിതിന് മാത്രമൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറയാം, നമ്മൾ പറയാറില്ലേ. നമ്മൾ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പക്ഷികൾ ഉത്ഭവിച്ചത്. ഞാൻ ശാസിച്ചാൽ ഈ പക്ഷികൾ ആ നിമിഷം ഭസ്മമായിട്ട് തീരുന്നു പറയും. മഹാരാജാവിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ സഹതാപം തോന്നിയിട്ട് ഭൃഗു ഹുങ്കാരം പുറപ്പെടുവിച്ചു എന്നാണ്. ആ ഹും എന്നുള്ള ശബ്ദം, ഭസ്മാക്കാനുള്ള ശബ്ദം, മന്ത്രശബ്ദം പുറപ്പെടുവിച്ച പക്ഷികളെ ശാസിച്ചപ്പോൾ അടുത്ത ക്ഷണത്തിൽ ആ പക്ഷികളൊക്കെ ഇങ്ങനെ കൊത്താനായിട്ട് ആഞ്ഞു വന്നൊക്കെ കരിഞ്ഞ് അങ്ങനെ വീണു. എല്ലാം കരിഞ്ഞ് ആ പക്ഷികൾ മുഴുവൻ ചാരമായി പോയി. ഒരു കാറ്റടിച്ചു, ആ ചാരമൊക്കെ അവിടെ നിന്ന് പറന്നും പോയി. അങ്ങനെ ആ പക്ഷികളെ കൊണ്ടുള്ള ഉപദ്രവം അവിടെ അവസാനിച്ചു. അങ്ങനെ ആശ്ചര്യം നിറയണ ആ സംഭവം കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് രാജാവ് വീണ്ടും മഹർഷിയുടെ കാൽക്കൽ വീണിട്ട് മാപ്പ് ചോദിച്ചു. അടിയനെ ബാധിച്ചിരിക്കണ മഹാരോഗത്തുനിന്ന് മുക്തി തരുന്നതിന് മാർഗം ഉപദേശിച്ചു തരാൻ ദയ തോന്നണം പറഞ്ഞു. അല്പസമയം ആലോചിച്ചതിന് ശേഷം മഹർഷി ഒരു ഉപായം പറഞ്ഞു. രാജാവേ, പൂർവ്വജന്മത്തിൽ അവിടുന്ന് വിഘ്നേശ്വരൻ്റെ കൃപാകടാക്ഷം ധാരാളം നേടിയിട്ടുണ്ട്. അതുകൊണ്ട്
പാപം കളഞ്ഞ് രോഗശമനം നൽകാനുള്ള ശക്തി ഗണനാഥനാണ്. നമ്മളെപ്പോഴും നമ്മുടെ പൂർവ്വങ്ങളിൽ ഉപാസിച്ചിരുന്ന മൂർത്തിയായിരിക്കും നമ്മളെ സഹായിക്കാനുണ്ടാവുക. ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ, ഞാൻ ജ്യോതിഷനല്ല, ഞാൻ പറയുന്നു, ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ 3 ദേവതകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് ഇഷ്ടദേവത, നമ്മുടെ ഇഷ്ടമുള്ള ആൾ; ധർമ്മദേവത, പാലന ദേവത. ഇതിൽ ഇഷ്ടദേവത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വൺ വേ ലവ് ആവാം. നമുക്ക് അങ്ങോട്ട് ഇഷ്ടം, അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ല എന്നാവാം, കുഴപ്പമില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങോട്ട് ഒന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈശ്വരനായതുകൊണ്ട് അങ്ങനെയല്ല. അത് ധർമ്മദേവതയും പാലനദേവതയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ധർമ്മദേവത നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധർമ്മപാലനത്തിന്, നമുക്ക് എവിടെ നമ്മൾ തെറ്റ് ചെയ്യാതെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ സഹായിക്കുന്ന ദേവതാശക്തി. അത് ഇഷ്ടദേവത ആവണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടദേവത ജസ്റ്റ് ലവിനുള്ളതാണ്, മനസ്സിലായില്ലേ? പാലനദേവത നമ്മളെ സദാ സംരക്ഷിക്കണം. എല്ലാ ആപത്തിലും പ്രസവിച്ച അമ്മയൊക്കെ അച്ഛനും ഒന്നിച്ച് എപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ പറ്റില്ല. പക്ഷേ പാലനദേവത എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു അംഗരക്ഷകനെ പോലെ നമ്മളെ എല്ലാ ആപത്തു നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ പാലനദേവതയും ധർമ്മദേവതയും നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവരും നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടദേവത അങ്ങനെയല്ല. ഇഷ്ടദേവതയ്ക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ തിരിച്ചു ഇങ്ങോട്ടുള്ളൂ. ചില അപൂർവ ജാതകങ്ങൾ കാണാം ഇത് 3 ഒരാളായിരിക്കും. അത് ഭാഗ്യമാണ്. എപ്പോഴും ഈ ധർമ്മദേവതയും പാലനദേവതയും പൂർവ്വത്തിൽ ചെയ്തിട്ടുള്ള കർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം ഇവിടെ ഒരുപക്ഷെ ഈ സോമകാന്ത രാജാവിന് ഇഷ്ടദേവതയും ധർമ്മദേവതയും പാലനദേവതയും ഗണപതി ഭഗവാനായിരുന്നിരിക്കും പൂർവ്വത്തിൽ ആ ഭക്തി കാരണം. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാലനത്തിൽപ്പെടുമല്ലോ രോഗശമനം. അദ്ദേഹം രാജാവായിരുന്നപ്പോൾ നന്നായിട്ട് ഭരിച്ചിട്ടുമുണ്ട്, അതും ധർമാനുസൃതമായിട്ട്. അപ്പോൾ അവിടെയും ഭഗവാൻ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പൂർവ്വത്തിൽ ഉപാസിച്ച ദേവൻ, സ്നേഹിച്ച ദേവൻ ഗണപതിയാണ്. അതുകൊണ്ട് ഈ ജന്മത്തിലും ആ ഗണപതി ആരാധിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭൃഗുമഹർഷി. ഭഗവാന്റെ പുണ്യമായിട്ടുള്ള കഥകളൊക്കെ കേൾക്കുന്നത് തന്നെ നിൻ്റെ മനസ്സിനെ ശാന്താക്കും. നിനക്ക് പണ്ട് പൂർവ്വത്തിൽ നിനക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ആ സ്നേഹം നിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവ് പൊട്ടി പുറത്തു വരും. അതിനു വേണ്ടിയിട്ട് ഞാനിത് പറയാം. നോക്കൂ, പറഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കാനല്ല, പണ്ടുള്ളതിനെ ഉണർത്തലേ നമ്മളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളാരും ഇപ്പോൾ ഇവിടെ ഒന്നും വന്നിരിക്കാണ്ട് അപ്പുറത്തുള്ള വീടുകളിലും അവിടെ ഇവിടെയൊക്കെ എത്രയോ ആൾക്കാരില്ലേ, അവർക്ക് ഉണരണില്ലല്ലോ. നിങ്ങൾക്ക് ഉണർന്നു, അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, ഒരു പൂർവ്വകാരണം ഉണ്ടാവും എപ്പോഴും. എന്നിട്ട് പറയുക, ആ കഥ ശ്രദ്ധയോടെ കേൾക്കണം. ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള കഥകളൊക്കെ, മഹാത്മ്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള അനവധി കഥകളൊക്കെ ഈ പുരാണത്തിലുണ്ട്. ഹൃദയശുദ്ധിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഈ വിഘ്നേശ്വരൻ്റെ പുരാണ കഥനം കേട്ടാൽ എല്ലാ പാപങ്ങളും നിന്നെ വിട്ട് മാറുന്നതാണെന്ന് പറയും. അപ്പോൾ രാജാവ് പറയും, മഹർഷേ, ഗണേശപുരാണം എന്നുള്ള പുണ്യഗ്രന്ഥത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ആ വാക്കൻ ഇപ്പോഴാണ് കേൾക്കണേ. നമ്മൾ തന്നെ പലരും ഇപ്പോഴാണ് കേട്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹത്തായിട്ടുള്ളൊരു പുരാണം പാരായണം ചെയ്തിട്ട് എന്നെപ്പോലുള്ള ആൾക്കാരെ കേൾപ്പിക്കുന്നതിന് അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവ് അല്ലാണ്ട് വേറൊരാളെ ഞാൻ കാണുന്നില്ല എന്ന് പറയും. കാരണം അങ്ങേപ്പോലെ യോഗ്യനായിട്ടൊരാളെ എനിക്കിനി പറഞ്ഞു തരാനില്ല. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം പറഞ്ഞാൽ കഷ്ടമാണ് എന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എളിയവനായിട്ടുള്ള എൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും. സോമകാന്തൻ നമസ്കരിച്ചിട്ടത് പറഞ്ഞപ്പോൾ ഭൃഗുമഹർഷി തൻ്റെ കമണ്ഡലിൽ നിന്ന് ഒരു കൈ നിറച്ച് പവിത്രമായിട്ടുള്ള ജലമെടുത്തിട്ട് രാജാവിൻ്റെ ശരീരത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് തളിച്ചു. ചില പാഠങ്ങളിൽ പറയേണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 108 ഗണപതി മന്ത്രം ജപിച്ചു, ഷഡക്ഷരം ജപിച്ചു എന്നാണ്. തെളിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ശരീരം അങ്ങോട്ട് വിറക്കാൻ തുടങ്ങി. ഉപ്പൂറ്റി തൊട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറ്റി വെളിച്ചപ്പാട്ടിന് വിറക്കണ വരെ അങ്ങോട്ട് എന്തോ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ. അങ്ങനെ അതിങ്ങനെ ആ ശക്തി ഇങ്ങനെ ദേഹത്ത് കൂടെ കയറി വന്നിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ നാസരന്ധ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിരൽ വലിപ്പത്തിലുള്ള കറുത്തിരുണ്ടിട്ടുള്ള ഒരു പുരുഷരൂപം പുറത്തേക്ക് അങ്ങോട്ട് ചാടി നിലത്ത് നിന്ന പാടെ, ഭൂമിയിൽ സ്പർശിച്ച പാടെ അത് അങ്ങോട്ട് വളർന്ന് അങ്ങോട്ട് വലുതായി ഒരു രാക്ഷസാകാരമായിട്ട് മാറി. ഒരു പാപപുരുഷൻ, ഇദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ മുഴുവൻ ഒരു പുരുഷാകാരം എടുത്തിട്ട് പുറത്തു വന്നു. നമ്മളിങ്ങനെ ഓരോരുത്തർക്കും പാപപുരുഷനുണ്ട്, നമ്മൾ ഓരോരുത്തർക്കും പാപപുരുഷനുണ്ട്. ഈ ആൾ നമ്മുടെ അകത്തുണ്ട്. ഇതിനെ പുറത്തേ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എടുക്കണം നമ്മൾ, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു പുരുഷരൂപം നിമിഷങ്ങൾക്കുള്ളിൽ ഭീകരരൂപമായി എന്നാണ് പറയണത്. അതുകൊണ്ട് രാജാവ് ഭയന്ന് പറിച്ചു, ഇങ്ങനെ ഒരുത്തൻ എൻ്റെ ഉള്ളിലുണ്ടോ? ചില ഏലിയൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വാഴയുടെ ഉള്ളിൽ നിന്നൊക്കെ ചില ജന്തുക്കളൊക്കെ പുറത്തേക്ക് വരും, അല്ലേ? അതുപോലെ ഭയന്ന് പറിച്ചു. ആശ്രമത്തിലെ അന്തേവാസികളൊക്കെ ഭയന്ന് പല വഴിക്കോടി. മൃഗങ്ങൾ, മാനുകൾ, മയിലുകളൊക്കെ പേടിച്ചോടി. സകലരും പേടിച്ച് പറിച്ചു. രാജ്ഞിയൊക്കെ ഭയന്ന് പോയി.
തൻ്റെ കൂടെ ഇത്രയും വർഷം ജീവിച്ച ആളുടെ ശരീരത്തിൽ നിന്നാണ് ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ജന്തു പുറത്തേക്ക് വരണത്. പക്ഷേ ആ ഭീകരനായിട്ടുള്ള രൂപം ആർക്കും ഒരു ദ്രോഹവും ചെയ്യാണ്ട് കയ്യും കെട്ടിയിട്ട് ഓച്ഛാനിച്ചിട്ട് ഭൃഗുമഹർഷിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നു. മഹർഷി പാദം തൊട്ടിട്ട് തലവരം ആ രൂപത്തിന് നന്നായിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ആരാ, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനാണ് പാപം. പാപം ചെയ്യണവരുടെ ഗാത്രങ്ങൾ തോറും വസിക്കുന്ന എന്നെ പാപപുരുഷൻ എന്നാ പറയാം. ഞാൻ പാപത്തിൻ്റെ മൂർത്തിയാണ്. രാജാവിൻ്റെ ദേഹത്ത് പവിത്രജലം തെളിച്ചപ്പോൾ എനിക്ക് ശരീരത്തിൽ ഇരിക്കാൻ പറ്റാണ്ട് പൊറുതി മുട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ആടിയതാ എന്ന് പറഞ്ഞു. എനിക്ക് വിശക്കണു മഹർഷി, എനിക്ക് വല്ലതും കഴിക്കാൻ തരുമോ, ഞാൻ എന്താ ഭക്ഷിക്കേണ്ടത് ചോദിച്ചു. അങ്ങനെ വയറിട്ട് ഒഴിയാൻ തുടങ്ങി വിശപ്പ് കാണിക്കാൻ. മഹർഷി പറഞ്ഞു, അതാ ആ കണ്ട ചൂതവൃക്ഷം കണ്ടോ, ആ ചൂതവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു മര. കാമദേവൻ്റെ ഈ എന്താ നമ്മുടെ പഞ്ചബാണങ്ങളിൽ അശോകം, ചൂതം, നവമാലിക, നീലോൽപ്പലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അസ്ത്രങ്ങൾ, പുഷ്പബാണങ്ങളുള്ളത്, പൂക്കളുടെ അസ്ത്രങ്ങൾ. അതിലൊന്നാണ് ഈ ചൂതം. അപ്പോൾ ഈ ചൂതവൃക്ഷം കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ആ വൃക്ഷത്തിൽ കുടിയിരുന്നിട്ട് ആ കൂറ്റൻ വൃക്ഷത്തിൻ്റെ ഇലകളും പഴങ്ങളും ഒക്കെ നീ ഇഷ്ടംമാതിരി കഴിച്ചിട്ട് നിൻ്റെ വിശപ്പടക്കിക്കോ പറഞ്ഞു. ഇവിടെ വെജിറ്റേറിയൻ ഫുഡേ ഉള്ളൂ, കൊണ്ട് മരത്തിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞു. മഹർഷി ഇത് പറഞ്ഞ ഉടനെ ഈ പാപമൂർത്തി ആ മരത്തിലേക്ക് അങ്ങോട്ട് കയറിയ നിമിഷത്തിൽ ആ മരം കരിഞ്ഞ് ചാമ്പലായിട്ട് ചാരമായിട്ട് നിലത്തങ്ങോട്ട് വീണു. അത് വീണ നിമിഷം ഇവനും വീഴുന്നതാ കണ്ടത്. അതായത് ഇവൻ കയറി കൊമ്പ് കയറിയിരുന്നതാ. കൊമ്പ് കയറിയിരുന്നപ്പോൾ മൊത്തം കത്തി അങ്ങോട്ട് വീണു. ഈ പാപപുരുഷനും പൊത്തോന്നും പറഞ്ഞിട്ട് താഴേക്ക് വരണ കണ്ടു. പക്ഷെ ഭൂമിയിൽ സ്പർശിച്ചില്ല. ഈ ചാരത്തിൻ്റെ ഒപ്പം അവനും കാണാണ്ടായിപ്പോയി. അങ്ങനെ വളരെ മാന്ത്രികമായിട്ടുള്ള ഒരു സംഭവം നടന്നു. തക്ഷകൻ ദംശിക്കുമ്പോൾ ആ അരയാൽ കത്തി ചാമ്പലായി പോകുന്നൊരു കഥയുണ്ട്, ദേവീഭാഗവതത്തിലുണ്ട്. ഒരു കശ്യപൻ എന്ന് പറയണ ബ്രാഹ്മണൻ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് വരുന്നതും തക്ഷകൻ അവനെ തടയാൻ വേണ്ടിയിട്ട്, എന്നാലേ പോയിട്ട് പരീക്ഷത്തിനെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞാൽ വിഷം ഇറക്കിയാൽ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഇവന് ധനം കൊടുത്ത് പറഞ്ഞയക്കാം, നീ എന്തായാലും രാജാവാണെങ്കിലും കാശ് തരും, ഞാനാണെങ്കിലും കാശ് തരും, നിനക്ക് കാശ് പോരെ, അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കും. പക്ഷെ അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വൈദ്യസാമർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് തക്ഷകൻ അവിടെയുള്ളൊരു ആൽമരത്തിനെ ഒന്ന് കൊത്തും. ആൽമരം ചാമ്പലായി പോവും, കരിഞ്ഞു പോവും. അപ്പോൾ കശ്യപൻ വെള്ളം തളിച്ചിട്ട് ആൽമരം പഴയമാരിയാക്കും. അപ്പോഴാണ് വിചാരിക്കും, ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ അങ്ങോട്ട് വിട്ടാൽ പരീക്ഷത്തിന് ഇവൻ ജീവിപ്പിക്കും. അപ്പോഴാണ് നിനക്ക് ഇഷ്ടമുള്ള ധനം ചോദിച്ചോ പറയും. അയാൾ കുറേ പൈസ ചോദിക്കും, ആ പൈസയൊക്കെ കൊടുക്കും. അങ്ങനെ പകുതി വഴിയിൽ നിന്ന് കശ്യപനെ പറഞ്ഞയച്ചിട്ട് കശ്യപൻ ഇങ്ങോട്ടും പോവും, തക്ഷകൻ അങ്ങോട്ടും പോവും. അങ്ങനെയാണ് പരീക്ഷത്തിനെ വധിക്കുന്നത്. അപ്പം ഭൃഗുമഹർഷി പറഞ്ഞു, രാജാവെ, കാലക്രമത്തിൽ വീണ്ടും ആ ചൂതവൃക്ഷം കിളിർത്ത് തഴച്ചു വളർന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിലെവിടെയോ ഒരു പച്ചപ്പ് അവശേഷിച്ചിട്ടുണ്ട്. ആ വൃക്ഷം വീണ്ടും കിളിർക്കാത്ത കാലം വരെ, അത് കിളിർക്കണ വരെ എന്നർത്ഥം, കിളിർക്കാത്ത കാലം വരെ ഗണേശപുരാണം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അതാണ് അതിൻ്റെ ലക്ഷണം. പാപം പോണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ച് വളരും. അപ്പം അത് വളരണത് വരെ പറഞ്ഞാലാണ് ഇവിടെ ഇതാവുക. പണ്ട് ബാധ ഒഴിഞ്ഞു പറയില്ലേ, വടക്കേ മുറ്റത്ത് നിൽക്കണ മാവിൻ്റെ തെക്കോട്ട് പോകണ കൊമ്പ് അറുത്തിട്ടിട്ട് പോ എന്ന് അടയാളം ചോദിച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ ബും ഒറ്റ അടി അവിടെ, അല്ലെങ്കിൽ ഒരു പെരപ്പുറം തകർത്തിട്ടിട്ട് പോവും അല്ലേ, ആ കൊമ്പ് മുറിച്ചിട്ടിട്ടാണ് ബാധ പോവുക. അപ്പം അതുപോലെ ഈ ഒരു ലക്ഷണം പറയും. എന്നിട്ട് പറയും, ആ വൃക്ഷം കിളിർക്കാത്ത കാലം വരെ ഗണേശ്വരൻ്റെ പുരാണം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. പ്രഥമ പൂജനീയനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ ആ പുണ്യപുരാണം ശ്രവിക്കാനായിട്ട് വീണ്ടും ഒന്നുകൂടെ പോയിട്ട് കുളിച്ചു വരൂ, സ്നാനകർമാദികളൊക്കെ കഴിച്ച് ഭഗവാനെ ധ്യാനിച്ച് തിരുവിഗ്രഹത്തിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് വരൂ എന്ന് പറയും. അങ്ങനെ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സ്നാനകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഗണനാഥനെ ധ്യാനിച്ച് തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആ ഭഗവാന്റെ പ്രതിഷ്ഠ സ്വന്തം ഹൃദയമാകണ ശ്രീകോവിലിൽ ചെയ്തിട്ടുള്ള സോമകാന്തൻ ഭയഭക്തി പുരസരം മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് അവിടെ ഉപവിഷ്ടനായി. ആ ഇരുന്ന സമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് അറിയാണ്ടൊന്നും നോക്കിപ്പോയപ്പോണ്ട് കുഷ്ഠരോഗത്തിൻ്റെ പാടുകളൊന്നും കാണുന്നില്ല. തൻ്റെ ശരീരം പൂർവാധികം ശോഭയോടും സൗന്ദര്യത്തോടും കൂടിയതായിട്ട്
മാറിയിരിക്കുന്നുണ്ട്. രോഗം അപ്പം തന്നെ മാറി. ഗണപതി ഭഗവാന്റെ കഥ കേൾക്കാൻ ഇരുന്നപ്പോഴേക്കും മാറിയെന്ന്. അതായത് ആ പൂർവ്വത്തിലുള്ള ഭക്തിയുടെ തിരിശേഷിപ്പാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തൻ്റെ ശരീരത്തിൽ ആ സൗകുമാര്യം വന്നിരിക്കുന്ന കണ്ട് സന്തോഷിച്ചിട്ട് കണ്ണീര് വാർത്തിട്ട് ആ രാജാവ് വിഘ്നേശ്വരനെ ധ്യാനിച്ച് സ്തുതിച്ചു. മഹർഷി പറഞ്ഞു, മഹാരാജാവേ, ഞാനിപ്പോൾ പറയാൻ പോണ ഈ കഥയുണ്ടല്ലോ, ഈ ഗണേശ്വര പുരാണം ഒരു പുണ്യപുരാണ കഥ മാത്രമല്ല, ഇത് എല്ലാ സങ്കടങ്ങളും മാറ്റുന്ന ഒരു മഹാമന്ത്രമാണ്. ഈ പുരാണം മുഴുവൻ തന്നെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന ഒരു വലിയ സ്തോത്രമാണ്. 11,076 ശ്ലോകത്തോടെ ഉള്ളൊരു സ്തോത്രമാണ് ഈ പുരാണം തന്നെ. ഓരോ ഗണപതി ഭക്തരും ഭഗവാനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു വ്യക്തികൾക്കൊക്കെ ഒരു അക്ഷയഖനിയാണ് ഈ ഗണേശ പുരാണം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ പാപകർമ്മങ്ങൾ ഉണ്ടാവണതിനൊപ്പം ദുരിതങ്ങളും ദാരിദ്ര്യവും മത്സരവും ദുർമരണങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാവും. ഇതിനൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പണ്ടൊരു കാലത്ത് ഒരു മഹാത്മാവ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ശ്രേയസ്സിനായിട്ടും അവരുടെ മനസ്സ് ശുദ്ധാവാൻ വേണ്ടിയിട്ടും പാപങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ശേഖരിച്ച് നമുക്ക് തന്നിട്ടുള്ള മഹനീയ കഥകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ഗണേശപുരാണം. അതാരാ ആ മഹാത്മാവായിട്ടുള്ള വ്യക്തി വെച്ചാൽ വ്യാസമഹർഷിയാണ്. വ്യാസമഹർഷി ലോകനന്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണിത്. അദ്ദേഹത്തിൻ്റെ ആ മഹാത്മാവായിട്ടുള്ള ആ വ്യാസമഹർഷിയുടെ ആശീർവാദത്തോടു കൂടിയിട്ട് ആ പുണ്യപുരാണ കഥകളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അതുകൊണ്ട് ഹൃദയവിശുദ്ധിയോട് കൂടിയിട്ട് എല്ലാ നന്മകളും നൽകുന്ന ആ ഗണപതി ഭഗവാനെ ധ്യാനിച്ചിട്ട് ഈ കഥ കേൾക്കുക. അഹങ്കാരം പാടില്ല, അലസത പാടില്ല, ഉറക്കം, പക്ഷഭേദം, ധിക്കാരം, ഇങ്ങനത്തെ ദുഷ്പ്രവണതകളെ ഒന്നും വെച്ചിട്ട് ഒരിക്കലും കഥ കേൾക്കരുത്. കാരണം ഗണപതി ഭഗവാൻ അഹങ്കാരം ഇഷ്ടമല്ല, ഉദാസീനത ഇഷ്ടമല്ല, പക്ഷഭേദം ഇഷ്ടമല്ല, ധിക്കാരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ എത്ര ഉന്നതന്മാരായാൽ പോലും അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായച്ചിത്തം ചെയ്യുന്നതാണ് ഗണപതിക്ക് ഇഷ്ടം. ഗണപതി ഭഗവാൻ വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. പ്രായച്ചിത്തത്തിന് എപ്പോഴും ഒരു അവസരമുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് വേദശാസ്ത്ര പണ്ഡിതന് താൻ ചെയ്തിട്ടുള്ള കൃതികളുടെ മഹിമ ഓർത്തിട്ട് സ്വയം കുറച്ച് ഗർവം പോലും വന്നിട്ടുള്ള വ്യാസഭഗവാനെ പോലും പാഠം പഠിപ്പിച്ചിട്ടുള്ള കഥയാണ് ഞാനിത് പറയണത്. വ്യാസൻ വെറുതെ അങ്ങോട്ട് ഒരു ദിവസം അദ്ദേഹം ഗണേശപുരാണം എഴുതുകയല്ലേ ഇത്. അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരം പറ്റി, ഒരു ഗർവ് തോന്നി, ഗണപതിയെ മറന്നു. ആ അഹങ്കാരത്തിനെ മാറ്റിക്കൊടുത്തു ഗണപതി ഭഗവാൻ. അങ്ങനെയാണ് ഇതുണ്ടായത്. അപ്പോൾ മഹാരാജാവ് പറയും, ഭൃഗുമഹർഷേ, എല്ലാ ദുർഗുണങ്ങളെന്നും ദോഷങ്ങളെന്നും എല്ലാ ദുർബലമായിട്ടുള്ള മനുഷ്യൻ്റെ സകല ദൗർബല്യങ്ങളാകുന്ന എല്ലാ പ്രവണതകളെന്നും എല്ലാത്തരം നമ്മൾ ഷോർട്ട് കമ്മിങ്സ്, വീക്ക്നെസ്സുകളെന്നും മോചിതനായിട്ടുള്ള ഒരാളായിരുന്നില്ലേ വ്യാസമഹർഷി. അദ്ദേഹത്തിന് അഹങ്കാരോ അദ്ദേഹത്തിന് ഗർവോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം സാക്ഷാൽ നാരായണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അംശാവതാരമായിരുന്നില്ലേ. അദ്ദേഹത്തിന് എങ്ങനെ അഹങ്കാരം ഉണ്ടാവുക? വിചിത്രമായിട്ടുള്ള കഥയാണല്ലോ. അങ്ങ് ആ കഥ പറയൂ. ഇങ്ങനെയാണ് കഥ പറയേണ്ടത്. അത് ഇനി ഇട്ട് കൊടുക്കുക, കേൾക്കാൻ താല്പര്യം ഉണ്ടാക്കുക, ചോദ്യങ്ങൾ ചോദിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയും, 4 വേദങ്ങൾക്കും സംഹിതകളൊക്കെ എഴുതിക്കഴിഞ്ഞ വേദവ്യാസ മഹർഷി പ്രപഞ്ചരഹസ്യങ്ങളെ മുഴുവൻ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാത്ത പ്രപഞ്ചരഹസ്യമില്ല. അദ്ദേഹം അത് ഉണർന്നിട്ടുള്ള മഹാജ്ഞാനി തന്നെയായിരുന്നു. എല്ലാ വിദ്വാന്മാരും വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശംസിക്കുക. കുറേ പ്രശംസ കേൾക്കുമ്പോൾ എത്ര വിനയമുള്ള ആളാണെങ്കിലും ഉള്ളിൽ ഒരു ചെറിയൊരു ഇത് തോന്നുമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചു. അതുകൊണ്ട് താനാണ് സർവശ്രേഷ്ഠൻ. വേറെ ഒരു മഹർഷിക്ക് പോലും വേദം പകുക്കാനോ സംഹിതകൾ ഉണ്ടാക്കാനോ ബ്രഹ്മസൂത്രം എഴുതാനോ ഒന്നും സാധിച്ചിട്ടില്ലല്ലോ എന്നൊരു ചെറിയൊരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. താൻ ഇതുവരെ നേടിയിട്ടുള്ള ആ വലിയ അറിവിൻ്റെ വെളിച്ചത്തിൽ എല്ലാ പുരാണങ്ങളും എഴുതണം എന്ന് തീരുമാനിച്ചിട്ട് ശുഭമുഹൂർത്തം നോക്കിയിട്ട് അദ്ദേഹം അതിനുള്ള പ്രാരംഭം കുറിച്ച സമയത്ത് ഒരു കുഴപ്പമുണ്ടായി. ആ കുഴപ്പം അടുത്ത പ്രഭാഷണത്തിൽ പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.